സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം രാവണശുക സംവാദം മുതൽ രാവണൻ്റെ പടപ്പുറപ്പാട് വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. രാവണൻ ശുകനോട് ചോദിച്ചു, നീ മടങ്ങി വരാൻ ഇത്ര താമസിച്ചത് എന്താണ്? വാനരന്മാർ നിന്നെ തിരിച്ചറിഞ്ഞ് പിടികൂടി അപമാനിച്ചോ? നിനക്ക് ഈ ക്ഷീണഭാവം ഉണ്ടായത് എങ്ങനെ? വിഷമിക്കാതെ സകലതും പറയൂ. രാവണൻ്റെ വാക്കുകൾ കേട്ട ശുകൻ രാവണനോട് പരമാർത്ഥം മുഴുവൻ പറഞ്ഞു. രാക്ഷസരാജാവേ, ജയിച്ചാലും അങ്ങേക്ക് മോക്ഷോപദേശത്തിനുള്ള വഴി എന്ന നിലയിൽ ഞാൻ ചിലത് പറയാം. കടലിൻ്റെ വടക്കേ തീരത്തിന് മുകളിൽ ചെന്ന് വൈകാതെ ഞാൻ അങ്ങയുടെ വാക്കുകൾ പറഞ്ഞപ്പോൾ വാനരന്മാർ എന്നെ ചാടിപ്പിടിച്ച് കൊല്ലാനൊരുങ്ങി. അപ്പോൾ ഞാൻ രാമ രാമ പ്രഭോ രക്ഷിക്കണേ എന്ന് വിളിച്ച് ദുഃഖത്തോടെ ഉറക്കെ കരഞ്ഞു. എൻ്റെ ദീനരോധനം കേട്ട് ദയാലുവായ ഭഗവാൻ ശ്രീരാമൻ, ദൂതൻ വധാർഹനല്ല, ഇവനെ വിട്ടയക്കൂ എന്ന് അരുളി ചെയ്തു. അപ്പോൾ വാനരന്മാർ എന്നെ വിട്ടയച്ചു. ശ്രീരാമൻ അനുവാദം നൽകിയതിനാൽ ഞാൻ പേടി കൂടാതെ വാനര സൈന്യത്തെ മുഴുവൻ കണ്ട് തിരിച്ചു പോന്നു. പിന്നീട് ശ്രീരാമൻ എന്നോട് പറഞ്ഞു, നീ ചെന്ന് രാവണനോട് പറയുക, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഒട്ടും വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലൊന്ന് അതിവേഗം ചെയ്യണം. രണ്ടിലേതായാലും എനിക്ക് ഒന്നുപോലെയാണ് എന്ന് നീ പറയണം. സീതയെ കട്ടുകൊണ്ടുവന്ന് അന്ധഭാവത്തിൽ കഴിയാൻ നിന്നെ പ്രേരിപ്പിച്ച ശക്തി യുദ്ധം ചെയ്യാനും ഉണ്ടെങ്കിൽ നീ വേഗം യുദ്ധത്തിന് പുറപ്പെടും. ലങ്കാനഗരവും രാക്ഷസ സൈന്യവും ശരങ്ങൾ കൊണ്ട് ഒരു സംശയവും കൂടാതെ നശിപ്പിച്ച് എൻ്റെ ഉള്ളു നിറഞ്ഞു നിൽക്കുന്ന കോപം ഞാൻ ശമിപ്പിക്കുന്നുണ്ട്. അങ്ങ് രാക്ഷസകുലശ്രേഷ്ഠനായ ശക്തനാണെങ്കിൽ ഉടനെ യുദ്ധത്തിന് പുറപ്പെടുക. ഇപ്രകാരം പറഞ്ഞിട്ട് അങ്ങയുടെ സഹോദരനായ വിഭീഷണനോടുകൂടി ശ്രീരാമൻ അവിടെ ഇരുന്നു. സുഗ്രീവനോടും ലക്ഷ്മണനോടും കൂടി അസംഖ്യം വാനര സൈന്യം അങ്ങയെ രണഭൂമിയിൽ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. സൈന്യം മുഴുവൻ വാനരവീരന്മാരാൽ സംരക്ഷിതരാണ്. പർവ്വതതുല്യരായ വാനരന്മാർ ഗർജനത്താൽ ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് സർവ്വലോകങ്ങളും ഭസ്മമാക്കാനുള്ള ഗർവത്തോടെ നിർഭയം നിൽക്കുന്നത് കണ്ടാലും അവരുടെ എണ്ണം കണക്കാക്കാൻ പണ്ഡിതശ്രേഷ്ഠനും സംഖ്യാശാസ്ത്രകാരനുമായ സുബ്രഹ്മണ്യന് പോലും കഴിയുകയില്ല. പൂങ്കാരം മുഴക്കുന്ന വാനര സൈന്യത്തിലെ പ്രധാനന്മാരെക്കുറിച്ച് കേട്ടുകൊള്ളുക. ലങ്കാനഗരത്തിലേക്ക് നിർഭയനായി നോക്കി അലറിക്കൊണ്ട് 1,00,000 പടയാളികളോടൊപ്പം ശത്രുക്കളെ നശിപ്പിക്കാൻ തയ്യാറായി വാലുമുയർത്തിപ്പിടിച്ച് കാലന് പോലും ഭയമുണ്ടാക്കുമാറ് നിൽക്കുന്നത് അഗ്നിയുടെ മകനായ നീലൻ എന്ന സേനാനായകനാണ്. തൊട്ടടുത്ത് താമരയല്ലി പോലെയുള്ള ശരീരകാന്തിയുള്ളവനും പർവ്വതത്തിൻ്റെ കൊടുമുടിക്ക് തുല്യനും ബാലിയുടെ മകനും യുവരാജാവുമായ അംഗദനാണ്. വാല് നിലത്തടിച്ചുകൊണ്ട് നിൽക്കുന്നത് ബാലിയുടെ മകനും യുവരാജാവുമായ അംഗദനാണ് വാല് നിലത്തടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവൻ്റെ സമീപം നിൽക്കുന്നത് അങ്ങയുടെ മകൻ്റെ ഘാതകനും ശ്രീരാമന് പ്രിയങ്കരനും വായുപുത്രനുമായ ഹനുമാനാണ്. വെള്ളിയുടെ ശോഭയുള്ളവനും ഉഗ്രനുമായ ചേതനാണ് സുഗ്രീവനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത്. അവന് സമീപം നിൽക്കുന്നത് രംഭനും അവൻ്റെ മുമ്പിൽ മഹാബലനും വമ്പനുമായ ശരഭനുമാണ്. ദേവവൈദ്യന്മാരായ അശ്വിനി ദേവകളുടെ പുത്രന്മാരായ മൈന്ദനും അവൻ്റെ അനുജൻ വിവിധനുമാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ബുദ്ധിമാനായ വിശ്വകർമാവിൻ്റെ മകനും ഈ സേതു നിർമ്മിച്ചവനുമാണ് ആ കാണുന്ന നളൻ. താരൻ, പനസൻ, കുമുദൻ, വിനതൻ, വീരനായ വൃഷഭൻ, വികടൻ, വിശാലൻ, ഹനുമാന്റെ പിതാവായ കേസരി, ശൂരനായ പ്രമാദി, ശതവലി, ശക്തനായ ജാമ്പവാൻ, വേഗദർശി, വീരനായ ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ശൂരനായ ദതിമുഖൻ, ജ്യോതിർമുഖൻ, അതിഘോരനായ സുമുഖൻ, ദുർമുഖൻ, ഗോമുഖൻ തുടങ്ങിയ വാനര നായകന്മാരെ പ്രത്യേകമായി എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഇത്തരത്തിലുള്ള 67 കോടി വാനരന്മാരുണ്ട് സസന്തോഷം പടപൊരുതാൻ. അവർക്ക് 21 വെള്ളം പടയുണ്ട്. ഇവരെല്ലാം ദേവശത്രുക്കളായ രാക്ഷസന്മാരെ നശിപ്പിക്കാൻ ജനിച്ച ദേവാംശങ്ങളാണ്. ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല, പരനും പുരുഷോത്തമനുമായ മഹാവിഷ്ണു അത്രേ. സാക്ഷാൽ യോഗമായ ദേവിയാണ് സീതാദേവി. സഹോദരനായ ലക്ഷ്മണൻ അനന്തനാണ്. ശ്രീരാമനും സീതാദേവിയും ലോകപിതാവും ലോകമാതാവുമാണ് എന്നറിയുക. അവരോട് വിരോധമുണ്ടാകാൻ എന്താണ് കാരണമെന്ന് നീ ചിന്തിക്കുക. ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ഇവയ്ക്കെല്ലാം നാശമുണ്ട്. 25 തത്വങ്ങൾ കൂടിച്ചേർന്ന് പുണ്യപാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ത്വക്ക്, മാംസം, മേധസ്, അസ്ഥി, മൂത്രം, മലം മുതലായവ കൂടിച്ചേർന്ന് വലിയ ദുർഗന്ധം വമിക്കുന്ന ഈ ദേഹത്തിൽ അജ്ഞാനികളായ ആളുകൾക്ക്
അഹംഭാവം ഉണ്ടാകും. ജഡമായ ശരീരത്തിൽ ബുദ്ധിമാന്മാർക്ക് താല്പര്യമുണ്ടാകുകയില്ല. ബ്രഹ്മഹത്യ മുതലായ പാപങ്ങൾക്ക് കാരണമാകുന്നതും സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതുമായ ശരീരം രോഗം മുതലായ കാരണങ്ങളാൽ വളരെ വേഗം നശിച്ചുപോകും. പുണ്യപാപങ്ങൾ നിമിത്തം ജീവന് സുഖദുഃഖങ്ങളുമായി ബന്ധമുണ്ടാകുന്നു. ദേഹാഭിമാന നിമിത്തമുണ്ടാകുന്ന അഹങ്കാരത്തോടെ മോഹത്തിന് അധീനരായി കർമ്മങ്ങൾ ചെയ്യുന്നു. അത് നിമിത്തം മായാമോഹത്തിന് വിധേയരായവർക്ക് ജനനമരണങ്ങൾ സംഭവിക്കുന്നു. അതിനാൽ ദുഃഖം, വാർദ്ധക്യം, മരണം മുതലായവ ഇല്ലാതാക്കാൻ അങ്ങ് ദേഹാഭിമാനം ഉപേക്ഷിക്കണം. നിർമ്മലനും അദ്വയനും അവ്യയനുമായ ആത്മാവിനെ തന്നിൽ തന്നെ കണ്ടെത്തി സന്തുഷ്ടി നേടണം. എപ്പോഴും ആത്മാവിനെ സ്മരിക്കുക. അങ്ങനെ ആത്മാവിൽ തന്നെ ലയിക്കുക. പുത്രൻ, ഭാര്യ, ധനം, ഗ്രഹം മുതലായ ഭൗതിക സുഖങ്ങളിലുള്ള ആസക്തി ഉപേക്ഷിച്ച് വിരക്തനായി ജീവിക്കുക. പന്നി, കുതിര മുതലായ ജീവികളായി പിറന്നാലും നരകത്തിലായാലും ഭോഗസുഖം അനുഭവിക്കാൻ കഴിയും. അങ്ങേക്ക് വിവേകശക്തിയുള്ള മനുഷ്യജന്മം ലഭിച്ചു എന്ന് മാത്രമല്ല, ബ്രാഹ്മണകുലത്തിൽ ജനിച്ച് ബ്രാഹ്മണ്യവും കിട്ടിയിരിക്കുന്നു. കർമ്മഭൂമിയായ ഭാരതഖണ്ഡത്തിൽ നിർമ്മലമായ ബ്രാഹ്മണ ജന്മം ലഭിച്ച് ധന്യരായവർക്ക് പിന്നെ ഭോഗത്തിൽ ആഗ്രഹമുണ്ടാകുമോ? അങ്ങ് പൗലസ്ത്യൻ്റെ പുത്രനായ ആദ്യ ബ്രാഹ്മണനാണ്. ത്രൈലോക്യ സമ്മതനും ഉഗ്രതപോധനനുമാണ്. ഇങ്ങനെ എല്ലാമുള്ള അങ്ങ് അജ്ഞാനികളെപ്പോലെ നശ്വരങ്ങളായ ഭോഗങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ഇന്നു മുതൽ സകലവിധത്തിലുള്ള ഭോഗാസക്തികളും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക. ശ്രീരാമനെ തന്നെ ശരണം പ്രാപിക്കുക. അദ്ദേഹം ഈശ്വരനും അദ്വയനുമാണ്. സീതയെ ശ്രീരാമന് കൊണ്ടുകൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തനായി തീരുക. അങ്ങനെയായാൽ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തനായി അങ്ങേക്ക് ദിവ്യമായ വിഷ്ണുലോകത്തിൽ എത്താൻ കഴിയും. അല്ലെങ്കിൽ നീ അധപതിച്ച് നരകത്തിൽ വീഴും. ഞാൻ നിനക്ക് നല്ലതാണ് പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ നല്ലവരോട് ചോദിച്ചു നോക്കൂ. രാമനാമം ജപിച്ചുകൊണ്ട് ദുഃഖമെല്ലാം ഉപേക്ഷിച്ച് മോക്ഷം നേടുക. സത്സംഗം നടത്തി ഭക്തവത്സലനും ലോകർക്ക് ശരണമായിട്ടുള്ളവനും ദേവനും മരതകവർണ്ണനും രമാസേവിതനും ശാപബാണങ്ങൾ ധരിച്ചവനും രാഘവനും സുഗ്രീവ സേവിതനും ലക്ഷ്മണ സംയുതനും രക്ഷാനിപുണനും വിഭീഷണ സേവിതനുമായ ശ്രീരാമചന്ദ്രനെ ഭക്തിപൂർവം എപ്പോഴും ധ്യാനിച്ചാൽ അങ്ങേക്ക് മുക്തി ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്രകാരം അജ്ഞാനനാശകമായ ശുഗൻ്റെ വാക്കുകൾ കേട്ട് ശുഗൻ ദഹിച്ചു പോകുമോ എന്ന് തോന്നും വിധം കോപത്താൽ ചുമന്നു കലങ്ങിയ കണ്ണുകൾ കൊണ്ട് രൂക്ഷമായി നോക്കിയിട്ട് രാവണൻ പറഞ്ഞു: എൻ്റെ ഭൃത്യനായ നീ ലജ്ജയില്ലാതെ ആചാര്യനെ പോലെ എന്നെ ഉപദേശിക്കാൻ എന്താണ് കാരണം? പണ്ടു നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരം നിമിത്തം നിന്നോട് എനിക്ക് കാരുണ്യമുണ്ട്. അതുകൊണ്ട് നിന്നെ ഇന്ന് ഞാൻ കൊല്ലുന്നില്ല. എൻ്റെ മുമ്പിൽ നിന്ന് നീ മറയത്തു പോ. കേട്ടാൽ സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ കേട്ടാൽ അത് പൊറുക്കാൻ എനിക്ക് ക്ഷമയില്ല. നീ എൻ്റെ മുമ്പിൽ ഇനി കാൽക്ഷണം നിന്നാൽ ഇന്ന് തന്നെ നിനക്ക് മരണം സംഭവിക്കും. ഇത് കേട്ട് ഭയന്നു വിറച്ച ശുഗൻ തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങി. ശുഗൻ്റെ പൂർവ്വവൃത്താന്തം. പണ്ട് നിർമ്മലനും മഹാജ്ഞാനിയുമായ ശുഗൻ എന്ന ബ്രാഹ്മണശ്രേഷ്ഠൻ ബ്രാഹ്മണ്യത്തിൽ നിഷ്ഠയോടെ വാനപ്രസ്ഥം സ്വീകരിച്ച് ദേവന്മാരുടെ ഉത്കർഷത്തിനു വേണ്ടി വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വനത്തിൽ കഴിയുകയായിരുന്നു. ദേവന്മാരുടെ അഭിവൃദ്ധിക്കും ദേവശത്രുക്കളായ രാക്ഷസന്മാരുടെ നാശത്തിനും വേണ്ടി ശുഗൻ നടത്തുന്ന യാഗാദി കർമ്മങ്ങൾ രാക്ഷസരെ പ്രകോപിതരാക്കി. അക്കാലത്ത് ദേവശത്രുവും മഹാദുഷ്ടനും രാക്ഷസ നായകനുമായ വജ്രദംഷ്ടൻ എന്ന രാക്ഷസൻ ശുഗനെ ദ്രോഹിക്കാൻ അവസരം പാർത്തു കഴിയുകയായിരുന്നു. ഒരു ദിവസം കുംഭസംഭവനായ അഗസ്ത്യ മഹർഷി ശുഗൻ്റെ ആശ്രമത്തിലെത്തി. ശുഗൻ അഗസ്ത്യനെ വിധിപ്രകാരം സ്വീകരിച്ച് ആദരിച്ചു. ശുഗൻ മഹർഷിയെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അഗസ്ത്യൻ കുളിക്കാൻ പോയ അവസരത്തിൽ വജ്രദംഷ്ടൻ അഗസ്ത്യൻ്റെ രൂപം ധരിച്ച് ശുഗനോട് മന്ദഹാസത്തോടെ ഇങ്ങനെ പറഞ്ഞു: മാംസത്തോടു കൂടിയ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നാളായി. ഇന്ന് എനിക്ക് സമൃദ്ധമായ ഭക്ഷണത്തിന് ആട്ടിറച്ചി കറി കൂടി വേണം. അങ്ങ് ബ്രാഹ്മണോത്തമനായ ത്യാഗിയാണല്ലോ. ശുഗൻ പത്നിയോട് ഇക്കാര്യം പറഞ്ഞു. ശുഗപത്നി സമ്മതിച്ചു. അതിനിടയിൽ വജ്രദംഷ്ടൻ മായ കൊണ്ട് ശുഗപത്നിയെ മോഹാലസ്യപ്പെടുത്തിയതിനു ശേഷം ശുഗപത്നിയുടെ വേഷം ധരിച്ച് അഗസ്ത്യന് മനുഷ്യമാംസം വിളമ്പിക്കൊടുത്തിട്ട് വേഗം മറഞ്ഞു. മനുഷ്യമാംസം കണ്ട് ക്രുദ്ധനായ അഗസ്ത്യൻ ശുഗനെ ഇങ്ങനെ ശപിച്ചു: എൻ്റെ തപശക്തി കൊണ്ട് നീ ഇനി മനുഷ്യരെ തിന്നുന്ന രാക്ഷസനായി ഭൂമിയിൽ കഴിയട്ടെ. ഈ ശാപം കേട്ട് ശുഗൻ അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു: എന്താണ് ഇതിന് കാരണം? ഭക്ഷണത്തോടുകൂടി മാംസം വേണമെന്ന് കൽപ്പിച്ചത് മറ്റാരുമല്ലല്ലോ. എന്നിട്ട് മാംസം വിളമ്പിയതിന് എന്നെ ശപിച്ചത് എൻ്റെ ദുഷ്കർമ്മ ഫലമാണെന്ന് പറയാനേ കഴിയൂ. ശുഗൻ്റെ വാക്കുകൾ കേട്ട അഗസ്ത്യൻ ചോദിച്ചു: പറയൂ, നീ എന്താണ് പറഞ്ഞത്? നടന്നതെല്ലാം നീ എന്നോട് പറയൂ. ശുഗൻ പറഞ്ഞു: ഞാൻ സത്യം പറയാം. അങ്ങ് കുളിക്കാൻ പോയതിനു ശേഷം ഇടയ്ക്ക് തിരികെ വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണത്തിന് മാംസക്കറി കൂടി വേണം. അതനുസരിച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്.
ശുകൻ്റെ വാക്കുകൾ കേട്ട അഗസ്ത്യൻ കുറച്ചു സമയം ചിന്തയിൽ മുഴുകി. നടന്നതെല്ലാം ധ്യാനത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി. പശ്ചാത്താപത്തോടെ അദ്ദേഹം പറഞ്ഞു, നാം ചതിക്കപ്പെട്ടു. രാക്ഷസന്മാരാണ് ഇത് ചെയ്തത്. ഞാനും അല്പനേരം മൂഢനായിപ്പോയി. വിധിമതം ആർക്കും മാറ്റാനാവില്ല. എങ്കിലും എൻ്റെ വാക്കുകൾ അസത്യമാകുകയില്ല. നീയും സത്യസന്ധനാണ്. ഈ ശാപം നിനക്ക് മേലിൽ മംഗളകരമാകും. ഞാൻ ശാപമോക്ഷം നൽകാം. രാവണൻ ശ്രീരാമൻ്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയി ഉദ്യാനത്തിൽ ഒരറ്റത്ത് പാർപ്പിക്കും. നീ അക്കാലത്ത് രാവണൻ്റെ ഭൃത്യനാകും. നീ രാവണൻ്റെ പ്രീതിക്ക് പാത്രമാകും. ശ്രീരാമൻ വാനര സൈന്യവുമായി വന്ന് ലങ്ക വളഞ്ഞിരിക്കുന്ന സമയം വിവരങ്ങളെല്ലാം അറിഞ്ഞു വരാൻ രാവണൻ നിന്നെ അയക്കും. അന്ന് നീ ചെന്ന് രാമനെ ആദരപൂർവ്വം വണങ്ങുക. അനന്തരം രാവണനോട് ചെന്ന് വസ്തുതകളെല്ലാം അറിയിക്കുക. തുടർന്ന് രാവണന് തത്വോപദേശം നൽകണം. നീ ദേവന്മാർക്ക് പ്രിയങ്കരനാകും. അതോടെ രാക്ഷസ സ്വഭാവം മാറി നിനക്ക് ബ്രാഹ്മണത്വവും കൈവരും. ഇങ്ങനെയാണ് കുംഭസംഭവനായ അഗസ്ത്യൻ ശുകനെ അനുഗ്രഹിച്ചത്. ആ തപോധനൻ്റെ മനോഹരമായ വാക്യം സത്യം തന്നെ. ഇനി മാല്യവാൻ്റെ വാക്യം. ശുകൻ പോയതിനു ശേഷം രാവണൻ്റെ അമ്മയുടെ പിതാവായ മാല്യവാൻ രാവണൻ്റെ പ്രവൃത്തികളിൽ ദുഃഖിതനായി ചിലത് പറയാൻ അയാളുടെ കൊട്ടാരത്തിലെത്തി. മാല്യവാനെ രാവണൻ യഥോചിതം സ്വീകരിച്ച് കുശലപ്രശ്നം നടത്തി. ബുദ്ധിമാനും വിനീതനും കൈകസിയുടെ പിതാവുമായ മാല്യവാൻ കൈകസിയുടെ പുത്രനായ രാവണനോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് നല്ലത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാം കേട്ടിട്ട് നിന്റെ യുക്തം പോലെ ചെയ്യുക. സീതയെ ലങ്കയിൽ കൊണ്ടുവന്നതിന് ശേഷം നാശസൂചകങ്ങളായ പല ദുർനിമിത്തങ്ങളും കാണുന്നു. നീ ഇതെല്ലാം കാണുന്നില്ലേ? വേണ്ടതുപോലെ ആലോചിച്ചു നോക്കൂ. ദിവസവും അതിഭയങ്കരമായ ഇടിവെട്ടുന്നു. ചുടുചോര മഴ പോലെ ചൊരിയുന്നു. ദേവവിഗ്രഹങ്ങൾ ഇളകുകയും വിയർക്കുകയും ചെയ്യുന്നു. ഭീകരമായ ദംഷ്ടങ്ങൾ കാട്ടിച്ചിരിക്കുന്ന കാളീദേവി എല്ലായിടത്തും കാണപ്പെടുന്നു. പശുക്കൾ കഴുതകളെ പ്രസവിക്കുന്നു. എലികൾ കോപത്തോടെ പൂച്ചകളോടും കീരികളോടും പൊരുതുന്നു. പാമ്പുകൾ ഗരുഡനെ എതിർക്കുന്നു. ഭയങ്കരവും വികൃതവുമായ രൂപത്തോടെ മഞ്ഞയും കറുപ്പും കലർന്ന നിറമുള്ളവനും മുട്ടത്തലയനുമായ കാലൻ എല്ലായിടത്തും കാണുന്നു. ഇതെല്ലാം ഏതോ ആപത്തുകാലം വരുന്നതിൻ്റെ സൂചനയാണ്. ഇത്തരം ദുർനിമിത്തങ്ങൾക്ക് പരിഹാരമായി ഉടനെ തന്നെ ശാന്തികർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. വംശരക്ഷയ്ക്ക് വേണ്ടി ഉടനെ സീതയെ ശ്രീരാമൻ്റെ കാൽക്കൽ കൊണ്ടുചെന്ന് സമർപ്പിച്ച് വന്ദിക്കുക. രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അദ്വയനും പരമാത്മാവും നാശമില്ലാത്തവനുമായ അദ്ദേഹത്തെ വിരോധമെല്ലാം ഉപേക്ഷിച്ച് നീ ഭജിക്കുക. രാമപാദമാകുന്ന തോണിയെ ആശ്രയിച്ചാണ് യോഗികൾ സംസാര സമുദ്രം തരണം ചെയ്യുന്നത്. ജ്ഞാനികൾ ഭക്തിയാൽ ശുദ്ധമായ മനസ്സോടെ മുക്തി നേടുന്നു. ഭക്തി കൊണ്ട് ദുഷ്ടനായി നീയും വിശുദ്ധനായി തീരും. അല്പവും സമയം കളയാതെ നീ രാക്ഷസ വംശത്തെ രക്ഷിക്കുക. മോക്ഷപ്രദനായ ഈശ്വരൻ നീ സേവിച്ചു കൊള്ളുക. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ഗുണകരമാണോ എന്ന് ആലോചിക്കുക. ശാന്തമനസ്കനായ മാല്യവാൻ സാന്ത്വനപൂർവ്വം വംശരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ രാവണൻ മാല്യവാനോട് പറഞ്ഞു, നീചമനുഷ്യനായ രാമനോട് ഇത്ര ബഹുമാനം തോന്നാൻ എന്താണ് കാരണം? കുരങ്ങന്മാരെ ആശ്രയിക്കുന്നത് വലിയ സാമർഥ്യമാണെന്ന് കരുതുന്നവൻ മഹാമൂഢനാണ്. രാമൻ നിയോഗിച്ചതുകൊണ്ടാണ് അങ്ങ് സാരോപദേശം നൽകാൻ വന്നത് എന്ന് എനിക്ക് ഉറപ്പായി. വേണ്ടി വരുമ്പോൾ ഞാൻ ആളയച്ച് വിളിപ്പിക്കാം. വൃദ്ധനായ അങ്ങ് സ്നേഹമുള്ള മിത്രമാണ് എന്ന രീതിയിൽ പറയുന്ന അതിശയോക്തികൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്രകാരം പറഞ്ഞിട്ട് രാവണൻ മന്ത്രിമാരുമൊത്ത് മാളിക മുകളിലേക്ക് കയറിപ്പോയി. ഇനി യുദ്ധാരംഭം. വാനര സൈന്യത്തെ കണ്ടപ്പോൾ രാവണന് ഉള്ളിൽ ബഹുമാനം തോന്നി. വേഗം യുദ്ധം തുടങ്ങാനായി രാക്ഷസ വീരന്മാരെ വരുത്തി. അപ്പോൾ രാവണനെ കണ്ട് ക്രുദ്ധനായ ശ്രീരാമൻ ലക്ഷ്മണൻ്റെ കയ്യിൽ നിന്ന് വില്ല് വാങ്ങി. രാവണൻ്റെ 10 കിരീടങ്ങളും 20 കൈകളും മിത്രാസുരൻ്റേതുപോലുള്ള ശരീരവും ശൗര്യവും കണ്ടിട്ട് അരനിമിഷം കൊണ്ട് അവൻ്റെ കിരീടങ്ങളും വെൺകൊറ്റക്കുടയും മുറിച്ചു വീഴ്ത്തി. രാവണൻ ലജ്ജിച്ച് താഴെ ഇറങ്ങി. പുറകെ രാമബാണം വരുന്നോ എന്ന് നോക്കി നോക്കി നടന്നു. ഈ സമയം പ്രഹസ്തൻ തുടങ്ങിയ പ്രമുഖ രാക്ഷസന്മാർ രാവണൻ്റെ അടുത്തെത്തി തൊഴുതു. യുദ്ധം ആരംഭിച്ചു കൊള്ളുവിൻ. ഇനി ഭയന്ന കോട്ടയ്ക്കുള്ളിൽ നാം അടങ്ങിയിരിക്കുകയില്ല എന്ന് രാവണൻ ആജ്ഞാപിച്ചു. തുടർന്ന് പെരുമ്പറ, മൃദംഗം, ഡക്ക, പണവം, ആനകം, ഗോമുഖം മുതലായ വാദ്യങ്ങളോടെ ആന, കുതിര, കാട്ടുപോത്ത്, ഒട്ടകം, കഴുത, സിംഹം, കടുവ മുതലായ മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങളിൽ വാള്, ശൂലം, അമ്പ്, വില്ല്, കുന്തം, പീലിക്കുന്തം, മുൾത്തടി, വടി, വേൾ, ചുരിക തുടങ്ങിയ ആയുധങ്ങൾ കൈകളിൽ എന്തിക്കൊണ്ട് നിർഭയരായി അഹങ്കാരത്തോടെ രാക്ഷസന്മാർ യുദ്ധത്തിന് ഒരുങ്ങിയിറങ്ങിയപ്പോൾ സമുദ്രം, പർവ്വതം, ഭൂമി എന്നിവയെല്ലാം സത്യലോകത്തോളം പാർത്തപ്പെട്ടതുപോലെ തോന്നി. പ്രഹസ്തൻ കിഴക്കേ ദിക്കിലും വജ്രദംഷ്ടൻ തെക്കേ ദിക്കിലും ഇന്ദ്രജിത്ത് പടിഞ്ഞാറേ ഗോപുരവാതിൽക്കലും
മിത്രങ്ങൾ, മന്ത്രിമാർ, ഭൃത്യന്മാർ എന്നിവരോടുകൂടി രാവണൻ വടക്കേ കോട്ടവാതിലിലും യുദ്ധത്തിന് തയ്യാറായി എത്തി. നീലനും വാനര സൈന്യവും കിഴക്കേ ഗോപുര നടയിലും, അംഗദൻ തെക്കേ ഗോപുര നടയിലും, ഹനുമാൻ പടിഞ്ഞാറേ നടയിലും, സുഗ്രീവൻ, വിഭീഷണൻ, ലക്ഷ്മണൻ എന്നിവരോടൊന്നിച്ച് മായാമനുഷ്യനായ ശ്രീരാമൻ വടക്കേ ദിക്കിലും വാനര സൈന്യത്തെ പടക്കളത്തിലേക്ക് നയിച്ചു. ഇപ്രകാരം ഇരുവശത്തും സൈന്യങ്ങളെ നിരത്തിക്കൊണ്ട് അത്ഭുതകരമായ രാമരാവണ യുദ്ധം തുടങ്ങി. കോടിക്കണക്കിന് വാനര സൈന്യം ലങ്കാനഗരം വളഞ്ഞു. പൊട്ടിച്ചെടുത്ത പാറകൾ, മുഷ്ടിപ്രയോഗങ്ങൾ, ഇരുമ്പുലക്കകൾ, മരങ്ങൾ, പർവ്വതഖണ്ഡങ്ങൾ മുതലായവ കൊണ്ട് വാനരന്മാർ ലങ്കാപുരി തകർക്കാൻ തുടങ്ങി. കോട്ടമതിലും കിടങ്ങും തകർത്തുകൊണ്ടവർ ആർത്തു വിളിച്ചു. മഴ പോലെ അമ്പുകളയച്ചും മെട്ടേറ്റ് ശരീരം പിളർന്നും വീഴുന്നതിനിടയിൽ അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, വേലുകൾ, അർദ്ധചന്ദ്രാകൃതിയിലുള്ള ശരങ്ങൾ, വാളുകൾ, ശൂലങ്ങൾ, കുന്തങ്ങൾ, ഈട്ടി, ഇരുമ്പുലയ്ക്ക പറയുമ്പോൾ മുൾത്തടി, ബിണ്ടിപാലം, തോമരം, മുഷ്ടി, സ്വർണ്ണപ്രഭയുള്ള ശതഗ്നികൾ, ഭയങ്കരമായ വജ്രങ്ങൾ എന്നിവ പ്രയോഗിച്ച് രാക്ഷസന്മാർ വാനരന്മാരെ കൊന്നു. ദുഃഖിതനായ രാവണൻ ശത്രുപക്ഷത്തെ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതിനു വേണ്ടി ശാർദൂലൻ തുടങ്ങിയ രാക്ഷസന്മാരെ അയച്ചു. വാനരവേഷം ധരിച്ച് രാത്രിയിലെത്തിയ അവരെ വാനരവീരന്മാർ തിരിച്ചറിഞ്ഞ് പിടികൂടി. വർദ്ധിച്ച കോപത്തോടെ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ ദയനീയമായ വിലാപം കേട്ട് ശ്രീരാമൻ അവർക്ക് അഭയം നൽകി. അവർ ചെന്ന് രാവണനെ അറിയിച്ചതും ശുഖസാരണന്മാർ പറഞ്ഞതുപോലെ ആയിരുന്നു. അത് കേട്ട രാവണൻ കുറച്ച് ആലോചിച്ചതിന് ശേഷം സീതയുടെ സമീപം ചെന്നു. താൻ യുദ്ധത്തിൽ വധിച്ച രാമൻ്റെ ശിരസ്സും വില്ലും ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് മായാനിർമ്മിതമായ അവയെല്ലാം സീതയുടെ മുമ്പിൽ വെച്ചു. ഇത് സത്യമാണ് എന്ന് കരുതി സീത വിലപിച്ചുകൊണ്ട് ബോധരഹിതയായി വീണു. അപ്പോൾ അവിടെ വന്ന ഒരു ദൂതൻ രാവണനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ വിഭീഷണൻ്റെ പത്നിയായ സരമ സീതയോട് പറഞ്ഞു, നീ സങ്കടപ്പെടരുത്, ഇതെല്ലാം ചതിയാണ് എന്നറിയുക. അല്ലയോ മംഗളദേവതേ, 4 ദിവസത്തിനകം സകലതും നേരെയാകും. നിന്റെ ഭർത്താവ് രാവണനെ കൊല്ലും. സരമയുടെ വാക്കുകൾ സീതയെ സന്തുഷ്ടയാക്കി. ലക്ഷ്മീകാന്തനായ ശ്രീരാമൻ്റെ ആജ്ഞയനുസരിച്ച് രാവണ സന്നിധിയിലെത്തിയ അംഗദൻ രാവണനോട് ഇങ്ങനെ പറഞ്ഞു, ഒന്നുകിൽ വേഗം സീതയെ കൊണ്ടുവന്ന് എൻ്റെ കാൽക്കൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടുക. അല്ലാതെ പേടിച്ച് ദുഃഖത്തോടെ ഉള്ളിൽ അടച്ചിരുന്നാലും രാക്ഷസസേനയെയും ലങ്കാനഗരത്തെയും രാക്ഷസ രാജാവായ നിന്നെയും ബാണം എയ്തു കൊല്ലും എന്ന ശ്രീരാമൻ്റെ സിംഹനാദവും അദ്ദേഹത്തിൻ്റെ ഞാണൂലിനാദവും രാവണ നീ കേട്ടില്ലേ? നിനക്ക് നാണമില്ലേ? ഈ അധിക്ഷേപവാക്യങ്ങൾ കേട്ട് കോപിഷ്ഠനായ രാവണൻ അംഗദനെ കൊല്ലാൻ രാക്ഷസവീരന്മാരോട് പറഞ്ഞു. അംഗദൻ തന്നെ കടന്നുപിടിച്ച രാക്ഷസന്മാരെ കൊന്നു ചുഴറ്റി എറിഞ്ഞു. ആ മാളിക തകർത്തതിന് ശേഷം ഒറ്റ കുതിപ്പിന് വേഗം ശ്രീരാമസന്നിധിയിലെത്തി വിവരങ്ങളെല്ലാം അറിയിച്ചു. അനന്തരം സുഷേണൻ, കുമുദൻ, നളൻ, ഗജൻ, ധന്യൻ, ഗവയൻ, ഗവാക്ഷൻ, ഹനുമാൻ തുടങ്ങിയ വാനരവീരന്മാർ കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങ് നിരത്തി. കല്ലും മലയും മരവും ഏന്തിക്കൊണ്ട് വാനരന്മാർ രാക്ഷസ സൈന്യത്തെ എതിർത്തു. അമ്പ്, വില്ല്, വാള്, പരിച, വെൺമഴു, കുന്തം, ചാട്ടുളി പറയുമ്പോൾ കവണ, മുൾത്തടി, ചക്രം, ഇരുമ്പുലയ്ക്ക, ഈട്ടി, അറപ്പുവാൾ തുടങ്ങിയ ആയുധങ്ങളുമായി രാക്ഷസപ്പട വാനര സൈന്യത്തെ നേരിട്ടു. ആനകളുടെ ചിഹ്നം വിളികളും കുതിരകളുടെ ശബ്ദവും തേരുരുളുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവും ഞാണൊലിയും രാക്ഷസന്മാരുടെ ആർപ്പുവിളിയും സിംഹഗർജനം പോലുള്ള അലർച്ചയും വാനരന്മാരുടെ കഠിനമായ ശബ്ദകോലാഹലങ്ങളും മാറ്റൊലി കൊണ്ട് പ്രപഞ്ചമാകെ ഇളകിമറിഞ്ഞു. ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും കിന്നരന്മാർ, കിംപുരുഷന്മാർ, സർപ്പങ്ങൾ, ഗുഹ്യകന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ തുടങ്ങിയ ആകാശസഞ്ചാരികളായ ഉപദേവന്മാരും നാരദാദി മഹർഷികളും സ്ത്രീകളോടൊത്ത് അതിഘോരമായ യുദ്ധം കാണാനായി ആകാശത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിന്നു. അതിശക്തനായ ഇന്ദ്രജിത്ത് അംഗദനുമായി സമരം തുടങ്ങി. അംഗദൻ ഇന്ദ്രജിത്തിൻ്റെ തേരാളിയെ കൊന്നിട്ട് തേരും തകർത്തു. വേഗം മറ്റൊരു തേരിൽ കയറി ഇന്ദ്രജിത്ത് യുദ്ധം തുടർന്നു. ധീരനായ ജംബുമാലി എന്ന രാക്ഷസൻ ഹനുമാന്റെ നേരെ ഒരു വേൽ പ്രയോഗിച്ചു. ഹനുമാൻ അവൻ്റെ തേരാളിയെ കൊന്നു, തേര് തകർത്തു. പിന്നീട് ജംബുമാലിയെയും വധിച്ചിട്ട് ഉഗ്രമായി അലറി. സുഗ്രീവൻ പ്രഹസനോട് പൊരുതി. സൂര്യൻ്റെ ശത്രുവായ രാഹു വിഭീഷണനോടും നീലൻ നികുംബനോടും എതിരിട്ടു. തവനനെ മഹാഗജൻ കൊന്നു. ലക്ഷ്മണൻ പോരാടിയത് വിരൂപാക്ഷനോടായിരുന്നു. ലക്ഷധ്വജൻ, അഗ്നിധ്വജൻ തുടങ്ങി 10 പേർ ലക്ഷ്മീകാന്തനായ ശ്രീരാമനോട് പൊരുതി മരിച്ചു. അന്നത്തെ യുദ്ധത്തിൽ വാനര സൈന്യമാണ് ജയിച്ചത്. അപ്പോഴേക്കും സൂര്യനും അസ്തമിച്ചു. ഇന്ദ്രജിത്ത് മായാപ്രയോഗത്താൽ ആകാശത്ത് മറിഞ്ഞിട്ട് നാഗാസ്ത്രം പ്രയോഗിച്ച് രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും ബോധരഹിതരാക്കി.
അനന്തരം നരന്മാരെയും വാനരന്മാരെയുമെല്ലാം ഞാൻ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ജയഭേരി മുഴക്കി. ഉത്സാഹത്തോടെ ലങ്കാപുരിയിൽ കഴിഞ്ഞു. താപസന്മാർ, ദേവന്മാർ, വിഭീഷണൻ എന്നിവർ ദുഃഖിതരായി വിഷമിച്ചു നിൽക്കുമ്പോൾ 7 ദ്വീപുകളും 7 സമുദ്രങ്ങളും 7 പർവ്വതങ്ങളും ഇളക്കിമറിച്ച് സൂര്യകോടി പ്രഭയോടെ നാഗശത്രുവായ ഗരുഡൻ മഹാമേരുപർവ്വതം പോലെ ശക്തമായ തൻ്റെ ചിറകടിയാൽ സമുദ്രജലത്തെ രണ്ടായി പിളർന്ന് 3 ലോകങ്ങളെയും പറത്തിക്കളയും വിധം ശ്രീരാമസന്നിധിയിലെത്തി അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ വണങ്ങി. അപ്പോൾ തന്നെ എല്ലാവരും നാഗാസ്ത്രമോചിതരും സന്തുഷ്ടരുമായി. ശ്രീരാമൻ സസന്തോഷം പക്ഷീന്ദ്രനായ ഗരുഡനെ അനുഗ്രഹിച്ചു. അനന്തരം ശ്രീരാമനെ വണങ്ങി യാത്രാനുവാദവും വാങ്ങി മേൽപോട്ട് പറന്നുപോയി. പൂർവാധികം ശക്തിയോടും ഉത്സാഹത്തോടും കൂടി വാനരന്മാർ ശ്രീരാമൻ്റെ നിയോഗമനുസരിച്ച് മരങ്ങൾ, കുന്ന്, കല്ലുകൾ എന്നിവ എടുത്ത് എറിയാൻ തുടങ്ങി. വന്ന ശത്രുക്കളെയെല്ലാം കൊന്നിട്ട് എൻ്റെ മകൻ, അതായത് ഇന്ദ്രജിത്ത്, കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയപ്പോൾ തന്നെ ഇവർ വീണ്ടും ആക്രമണം തുടങ്ങിയത് അത്ഭുതം തന്നെ. നന്നായിരിക്കുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല. എന്താണ് കോലാഹലം എന്ന് പോയി നോക്കിയിട്ട് വരൂ. അതനുസരിച്ച് ദൂതന്മാർ പോയി അന്വേഷിച്ച് രാവണനെ വിവരമറിയിച്ചു. പരാക്രമശാലികളും ശക്തരുമായ സുഗ്രീവാദികളായ വാനരന്മാർ തീക്കൊള്ളികളുമായി കോട്ടമതിലിൻ്റെ മുകളിൽ കയറി നിന്ന് വിളിച്ചു പറഞ്ഞു, നാണമുള്ള ആണുങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തു വരൂ. പറഞ്ഞത് കേട്ടില്ലേ? ഇത് കേട്ട് കോപിഷ്ഠനായ രാവണൻ പറഞ്ഞു, മനുഷ്യരെയും അഹങ്കാരികളായ വാനരന്മാരെയും കൊന്നൊടുക്കാൻ ധൂമ്രാക്ഷൻ പടയോടുകൂടി പോകട്ടെ. നീ പോയി വേഗം ജയിച്ചു വരൂ. ഇപ്രകാരം രാവണൻ്റെ അനുഗ്രഹവും വാങ്ങി ഉച്ചത്തിലുള്ള വാദ്യഘോഷങ്ങളോടുകൂടി ധൂമ്രാക്ഷൻ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ പുറത്തു കടന്ന് ഹനുമാനുമായി ഭയങ്കര യുദ്ധം തുടങ്ങി. വേൽ, വാൾ, വെൺമഴു, കുന്തം, വില്ല്, ശൂലം, ഇരുമ്പുലയ്ക്ക, പരിക മുതലായ ആയുധങ്ങളുമായി ആന, കുതിര, രഥം മുതലായ വാഹനങ്ങളിൽ കയറി. രാക്ഷസന്മാരും കല്ലും മരവും മലയുമേന്തി പർവ്വതശരീരികളായ വാനരന്മാരും തമ്മിൽ ഏറ്റുമുട്ടി. ഭയങ്കര യുദ്ധത്തിനിടയിൽ പല മഹാവീരന്മാരും മരിച്ചു. ചോര നദി പോലെ ഒഴുകി. ശൂരപ്രവരനായ ഹനുമാൻ വലിയൊരു കൊടുമുടി അടർത്തിയെടുത്ത് ധൂമ്രാക്ഷൻ്റെ നേർക്കെറിഞ്ഞു. അയാൾ ഗദയുമായി തേരിൽ നിന്നും ചാടി മാറിക്കളഞ്ഞു. തേരും കുതിരകളും തകർന്നു. വർദ്ധിച്ച കോപത്തോടെ ഹനുമാൻ രാക്ഷസന്മാരെ കൊന്നു തുടങ്ങി. അത് കണ്ട് ദുഃഖിതനായ ധൂമ്രാക്ഷൻ ഹനുമാനെ ഗദ കൊണ്ടടിച്ചു. ക്രുദ്ധനായ ഹനുമാൻ രണ്ടാമതും ധൂമ്രാക്ഷനെ എറിഞ്ഞു. ആ ഏറേറ്റ് അയാൾ പരലോകം പ്രാപിച്ചു. ശേഷിച്ച രാക്ഷസന്മാർ പേടിച്ച് കോട്ടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു. രാക്ഷസ സ്ത്രീകൾ നിലവിളിച്ചു. ഇതെല്ലാം പറഞ്ഞ രാവണൻ ദുഃഖത്തോടെ വീണ്ടും പറഞ്ഞു, ഇന്ദ്രൻ്റെ ശത്രുക്കളിൽ പ്രമുഖനും പ്രബലനുമായ വജ്രദംഷ്ടൻ യുദ്ധത്തിന് പോകട്ടെ. മനുഷ്യരെയും വാനരന്മാരെയും ജയിച്ച് അഭിമാനകരമായ കീർത്തിയോടെ മടങ്ങി വരിക. വജ്രദംഷ്ടൻ തെക്കേ ഗോപുരം വഴി പുറത്തു കടന്ന് അംഗദനുമായി ഏറ്റുമുട്ടി. ദുശ്ശകുനങ്ങളൊന്നും വകവയ്ക്കാതെ വജ്രദംഷ്ടൻ വാനരന്മാരോട് പൊരുതി. മരം, പാറ, പർവ്വത ശിഖരങ്ങൾ എന്നിവ മഴ പോലെ വർഷിച്ച് വാനരന്മാരും വാൾ, അസ്ത്രം, വേൽ തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് രാക്ഷസന്മാരും തമ്മിൽ നടന്ന മഹായുദ്ധത്തിൽ ഇരുപക്ഷത്തും ധാരാളം പേർ മരിച്ചു. 10 വിഭാഗത്തോടു കൂടിയ രാക്ഷസന്മാരുടെ പെരുമ്പട മുഴുവൻ ദർശിച്ചു. രക്തം 4 ഭാഗത്തും നദി പോലെ ഒഴുകി. കബന്ധങ്ങൾ യുദ്ധഭൂമിയിൽ നൃത്തം ചെയ്തു. അംഗദനും വജ്രദംഷ്ടനും തമ്മിലുള്ള ഘോര സമരത്തിൽ അംഗദൻ വജ്രദംഷ്ടൻ്റെ വാള് പിടിച്ചു വാങ്ങി. അവൻ്റെ കഴുത്ത് മുറിച്ചെറിഞ്ഞു. അതറിഞ്ഞ രാവണൻ ധീരനായ അകമ്പനനെ വലിയ പടയുമായി യുദ്ധത്തിനയച്ചു. പടിഞ്ഞാറ് ഗോപുരം വഴി ഭൂമി വിറപ്പിക്കുന്ന പടയുമായി ഇന്ദ്രശത്രുക്കളിൽ പ്രമുഖനായ അകമ്പനൻ പടക്കളത്തിലെത്തി ഹനുമാനോട് പൊരുതി. ഹനുമാൻ അകമ്പനനെ വധിച്ചു. മാരുതിയെ ലോകരെല്ലാം പുകഴ്ത്തി. അത്യധികം ഭയന്ന രാവണൻ തൻ്റെ സൈന്യങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു. രാമേശ്വരം മുതൽ സേതുവിലും സുബേലപർവ്വതത്തിൻ്റെ മുകളിലും തൻ്റെ ഉദ്യാന സമീപത്തും രാമൻ്റെ സമീപം വരെ വ്യാപിച്ചു കിടക്കുന്ന വാനര സൈന്യവും തകർന്നു കിടക്കുന്ന തൻ്റെ കോട്ടകളും കണ്ട് പരിഭ്രാന്തനായ രാവണൻ വേഗം പ്രഹസ്തനെ കൂട്ടിക്കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. പ്രഹസ്തൻ വേഗമെത്തി രാവണനെ വണങ്ങി. രാവണൻ ചോദിച്ചു, വൃത്താന്തമല്ല നീ അറിഞ്ഞില്ലേ? പട നയിക്കാൻ നായകന്മാർ ആരുമില്ലേ? പോരിനിറങ്ങിയ രാക്ഷസവീരന്മാരെല്ലാം കൊല്ലപ്പെടുന്നത് കണ്ടുകൊണ്ട് അടങ്ങിയിരിക്കാൻ എനിക്ക് കഴിയില്ല. ഇനി മനുഷ്യരെയും വാനരന്മാരെയും കൊല്ലാൻ ഞാനോ ഭവാനോ അനുജനോ, അനുജൻ പറയുമ്പോൾ കുംഭകർണനോ, ആരാണ് പോകേണ്ടത് പറയൂ. ഇത് കേട്ട പ്രഹസ്തൻ, ഇന്ന് ഞാൻ പോകാം എന്ന് പറഞ്ഞു. അനന്തരം പ്രഹസ്തൻ 4 മന്ത്രിമാരോട് ആലോചിച്ച് 4 അംഗപ്പടയെ വരുത്തി. ലങ്കയിലെ സൈന്യത്തിൽ 1/4 ഭാഗത്തിൻ്റെ അധിപനും മഹാരഥനുമായ പ്രഹസ്തൻ, കുംഭകൻ, മഹാനാഥൻ, ദുർമുഖൻ, ഇന്ദ്രശത്രുവായ സമുന്നതൻ എന്നീ 4 മന്ത്രിമാരോടൊന്നിച്ച് സൈന്യസമേതം പോരിന് പുറപ്പെട്ടു. ദുശ്ശകുനങ്ങൾ കണ്ടിട്ടും ധൈര്യപൂർവ്വം കിഴക്കേ ഗോപുരം കടന്ന് അഗ്നിപുത്രനായ നീലനോട് പോരു തുടങ്ങി. വാനരന്മാർ പാറയും മരങ്ങളും കൊണ്ട്
രാക്ഷസന്മാരെ കൊന്നു തുടങ്ങി. ചക്രം, വാൾ, കുന്തം, വേല്, അസ്ത്രം എന്നിവ കൊണ്ട് രാക്ഷസന്മാർ വാനരന്മാരെ കൊന്നൊടുക്കി. ആനകളും കുതിരകളും ചത്തുവീണു. രക്തം നദി പോലെ ഒഴുകി. ബ്രഹ്മപുത്രനായ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും മഹാനാഥനെയും സമുന്നതനെയും കൊന്നു. പ്രഹസ്തൻ നീലനുമായി ദ്വന്ദ്വയുദ്ധം നടത്തി കാലപുരി പ്രാപിച്ചു. സേനാനായകനും പടയും ഭരിച്ച വിവരമറിഞ്ഞ് രാവണൻ കോപാന്തനായി. ഇനി രാവണൻ്റെ പടപ്പുറപ്പാടാണ്. അത് നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.